السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين، أما بعد. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري، لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആശയ ആദർശങ്ങൾ വിശദീകരിച്ചുകൊണ്ടും റമളാനിന്റെ പകൽ വിജ്ഞാനപൂർണമാക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തുടർന്നു വന്ന വിശുദ്ധ ഖുർആനിലെ ഖാഫ് സൂറത്തിന്റെ ആശയങ്ങൾ പോയിട്ട് ഒരായത്തിന്റെ പോലും ആശയം പരിപൂർണമായി പറഞ്ഞു തീർക്കാൻ നമുക്കൊരാൾക്കും സാധ്യമല്ല. നമുക്കാർക്കും സ്വന്തമായി ഒരു വ്യാഖ്യാനവും വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ മഹത്തുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹത്തുക്കളായ സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിച്ചു വെച്ച ആശയങ്ങളും സാരങ്ങളും മാത്രമേ ആയതായി പറയാൻ നമുക്ക് അവകാശമുള്ളൂ. ആ ആശയതലത്തിന്റെ വിസ്തൃതിയിൽ നിന്നുകൊണ്ട് ആനുകാലികമായ അവതരണങ്ങളും സംവേദനങ്ങളും പരാമർശങ്ങളുമെല്ലാം ഇസ്ലാമിക പ്രചാരണത്തിന്റെയും സമകാലിക ദഅവത്തിന്റെയും ഭാഗമാണ്. ആ നിലയിലാണ് ചില ആയത്തുകളെ ഓരം പറ്റിക്കൊണ്ട് നാം ചർച്ചകളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ഈ അധ്യായം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് ആശയവിസ്തൃതമായ തലങ്ങളിലേക്ക് കടന്നുപോകാൻ നമ്മുടെ സമയവും സന്ദർഭവും മതിയാകുന്നില്ല. ഒരോട്ടപ്രദക്ഷിണത്തിലൂടെ ഇന്നലെ വരെ പറഞ്ഞതിന്റെ അനുബന്ധമായി ചില പരാമർശങ്ങൾ കൂടി ചേർത്തുവെച്ച് വിസ്തൃതമായ ചർച്ചകളിലേക്ക് കടക്കാതെ ധൃതിയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വിശാലതയും മഹത്വവും പ്രാപഞ്ചികമായ ദർപ്പണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഇലാഹി ദർശനങ്ങളെയും വളരെ ലളിതമായി സൂചിപ്പിച്ചിട്ട് മാനവികതയുടെ സൃഷ്ടിപ്പിന്റെ മൗലികത ആരുടെ കയ്യിലാണ് എന്ന് ഉണർത്തിയിട്ട് ഇനി കടന്നു പോകുന്നത്
നമ്മുടെ പരലോക ജീവിതത്തിന്റെ, നമ്മുടെ ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള കവാടങ്ങളെ നമ്മളെ ഉണർത്തുവാനും പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളെ അല്ലാഹുവിലേക്കും പരലോക ചിന്തയിലേക്കും ആത്മീയ വിചാരത്തിലേക്കും ഉണർത്തലാണ്. ആ പോയിന്റിലേക്ക് നമ്മൾ ഇന്ന് സഞ്ചരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي فقد